റഹീം കേസ് കൂടുതൽ പഠിക്കാനുണ്ടെന്ന പരാമർശത്തോടു കൂടിയാണ് കേസ് കോടതി മാറ്റിവെച്ചത്. പലതവണ മാറ്റിവെച്ച കേസാണ് ഇതെന്ന് റഹീമിന്റെ അഭിഭാഷകൻ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഇത് കോടതിയുടെ തീരുമാനം എന്നുള്ളതായിരുന്നു ജഡ്ജിയുടെ പ്രതികരണം. 5-ാം തവണയാണ് ഈ കേസ് വെറുതെ വിടണം അല്ലെങ്കിൽ ജയിൽ മോചിതനാക്കണമെന്നുള്ള അപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വശങ്ങളും പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. കോടതിയെ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ പഠനങ്ങൾക്കായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കോടതിയുടെ നടപടികളാണ്, നമുക്കതിലൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. നമ്മളാണെങ്കിലും അല്ലെങ്കിൽ റഹീമിന്റെ കുടുംബമാണെങ്കിലും ഒക്കെ വൈകാരികമായി ഇതിനെ സമീപിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ മോചനം എന്ന് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ വന്നില്ല, ഇന്നിപ്പോ എന്തായാലും വരും, അതാ കിട്ടും കൊടുത്തു എന്ന് അറിയിട്ടല്ലേ. നൃത്തവും കഴിഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ അഞ്ഞു വരുമ്പോഴും ഇതേമാതിരി കേൾക്കണ്ടേ. അതിന് മുന്നിലായിട്ട് കുട്ടിയൊന്ന് എത്തിക്കാനുള്ള പരിഹാരങ്ങൾ ആരെങ്കിലും ഇതിലൊക്കെ ഉണ്ടാക്കി തരിക്കും, എന്നിട്ട് കുട്ടി നിൽക്കൊണ്ട് കാട്ടി തരി. പക്ഷേ കോടതിയുടെ മുന്നിൽ 34 കോടിയോളം രൂപ ദിയാദനം വാങ്ങി കുടുംബം വധശിക്ഷ ഒഴിവാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും റഹീമിന് മാപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും കോടതിയുടെ മുന്നിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. രാജ്യത്തെ ക്രിമിനൽ നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ പബ്ലിക് റൈറ്റ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ റഹീമിന് മാപ്പ് നൽകിയാൽ പിന്നീട് ഒരുപക്ഷെ മറ്റ് കേസുകൾ ഭാവിയിൽ വരുമ്പോൾ ഇത് പരാമർശിക്കപ്പെടുകയും ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. പണം നൽകിയാൽ എന്തും നടക്കാവുന്ന ഒരു രാജ്യം എന്നുള്ള ഒരു പേരുദോഷം ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതെല്ലാം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതും വ്യാഖ്യാനങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ പരിഗണിച്ച ശേഷമായിരിക്കും അടുത്ത സിറ്റിംഗിൽ കോടതി ഒരു തീരുമാനമെടുക്കുക. ഏതായാലും ജനുവരി 15 വരെ ഇനി റഹീമിന്റെ മോചനത്തിന് വേണ്ടി, ഉത്തരവിന് വേണ്ടി, കോടതി ഇത് പരിഗണിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ കാത്തിരിക്കണം.